നിത്യജീവിതത്തിൽ ഇപ്പോൾ നമ്മുടെ കുഞ്ചൂസാട്ടോ എന്നെ വിളിച്ചെണീപ്പിക്കാറ്. അങ്ങനത്തെ ഞാനിപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. അന്ന് കുറച്ച് സമയം വൈകി. ആദ്യം നേരെ ഒരു കമ്പനിയിലേക്കാണ് പോകുന്നത്. രാജു എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്ക് പോകണം. അവിടെ എത്തിയ സമയത്ത് നേരെ നല്ല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു കേട്ടോ. നല്ല വൃത്തി കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഓഫീസ് കേട്ടോ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെന്താ വെച്ചാൽ മാസാവസാനം ഉണ്ട്, എല്ലാവരും നല്ല തിരക്കിലാണ് കേട്ടോ. അങ്ങനെ നേരെ വീട്ടിൽ വന്ന് ഉച്ചയ്ക്ക് ശേഷം നേരെ പയറും ഒപ്പം തന്നെ നല്ല ക്യാബേജ് തോരനും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് പപ്പടും കൂട്ടി നല്ലൊരു ചോറ് കഴിച്ചിട്ട് കുറേ ദിവസം ശേഷം വീട്ടിൽ നിന്ന്. അതിനുശേഷം നിലമ്പൂർ വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. നല്ല തിരക്കാണ്. ഇനിയും തുടരും സുൽത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുൻ MLA ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾ ചെറിയ കണ്ണിമാങ്ങല്ലേ, അതിപ്പോഴും കിട്ടും. ഇതൊക്കെ എപ്പോഴും എവിടുന്ന കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്താണ് ഇവിടെ നിലമ്പൂർ ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് എപ്പോഴും കാണാറുണ്ട്. മീഡിയാസിൻ്റെ ആൾക്കാരൊക്കെ ഇതേ റോഡിൽ ഇറങ്ങിയിട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ക്ഷമയില്ലാതെ ഡ്രൈവേഴ്സ് വരുന്നത്. സ്വന്തം ആരോഗ്യമൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ല തന്നെ കേട്ടോ. എന്താണെങ്കിൽ ഇതൊക്കെയാണ് അവസ്ഥ. നമ്മുടെ നിലമ്പൂര് നല്ല ബ്ലോക്കാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ക്ഷേത്രം നിലമ്പൂരിലത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നതിനുള്ളിലൂടെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ക്ഷേത്രമുണ്ട്. ഒപ്പം തന്നെ പഴയൊരു തറവാട് വീടും. എനിക്ക് ഈ പഴയ തറവാട് വീടും കാര്യങ്ങളൊക്കെ ഒത്തിരി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ കേട്ടോ. റോഡിലൊക്കെ ഇത് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നിലമ്പൂരിൻ്റെ ഭാഗത്തിലൂടെ ഞാൻ കുറച്ച് ദിവസങ്ങളിൽ പോകാൻ എന്തായാലും പറ്റില്ല. മാത്രം തിരക്കാണ് കേട്ടോ. നല്ല ക്ഷമ വേണം. അതിൻ്റെ ഇടയുടെ ഇടത് സൈഡ് ഈ ബസ്സൊക്കെ എന്തായാലും നോക്കി എന്തിനാണാവോ ഈ റോഡ് പലപ്പോഴും പല കമ്പനികളും വായിക്കുന്നത്. ഇവർ ഇത്രമാത്രം ഓണടിച്ച് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് റോഡിൻ്റെ വീതി ഒന്നും കൂടാൻ പോകില്ല. ഇത്രയും തിരക്കും കാര്യങ്ങളും അവർക്കും അറിയാം. അതിൻ്റെ ഇടയിൽ വണ്ടിക്ക് ചെറുതായിട്ട് ഒരാൾ വന്നിട്ട് ചെറുതായിട്ടും തട്ടിച്ചു. എന്തോ ഭാഗ്യം കൊണ്ട് വണ്ടിക്കും എനിക്കൊന്നും പറ്റാത്തതുകൊണ്ട്, കാരണം ഇത്രയും വലിയ തിരക്കും കാര്യങ്ങളും ആരും ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. ഇതേക്കണം നമ്മുടെ നാട്ടിലൊരു പഴയ തറവാട് വീടാണ്. എന്ത് ഭംഗിയല്ലേ. ഒരു കാലത്ത് ഇത്തരത്തിലുള്ള വീടുകളായിരുന്നു കേട്ടോ ഇവിടെ ചുറ്റുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ച് വലിയ വലിയ വാർപ്പ് വീടുകളും കാര്യങ്ങളൊക്കെ ആയി. എന്താണ് നമ്മുടെ പ്രിയ സുഹൃത്തുക്കളുടെ വർക്ക്ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ നിഹാൽ ഇതേ വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ബോസൊക്കെ പുറത്ത് പോയിരിക്കും. അങ്ങനെ എല്ലാവരും വന്ന സമയത്ത് എല്ലാവരും കൂടെ കൂട്ടിയിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങാം കേട്ടോ. ഇതാണ് വിങ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറേ കാലങ്ങൾ ശേഷം എടുത്ത് കഴിക്കുന്നത്. നമ്മൾ സോസൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കണേ ഭയങ്കര രസമാണ്. ചിക്കൻ്റെ ചിറകിൻ്റെ ഭാഗമാണത്. ശേഷം പ്രിയ സുഹൃത്തിൻ്റെ ബൈക്കിൻ്റെ ചായ ഒന്ന് വാങ്ങി. നീ ഒന്ന് പുറകെ കയറിയിട്ടേ ഇതിൻ്റെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് കയറ്റിയതാണ് കേട്ടോ. പിന്നെ നിത്യജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലയെന്ന് പറയും. പക്ഷെ നമ്മളൊക്കെ ലോങ് കൊണ്ട് കയറുന്ന ചെറുതായിട്ട് പെയിനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ നമുക്ക് ആഗ്രഹം തോന്നുന്ന സമയത്ത് നമ്മൾ എടുത്ത് പോകട്ടെ, അത് വേറെ കാര്യം. എന്താണെങ്കിലും അതിനുശേഷം നേരെ അസീമിൻ്റെ അടുത്ത് വന്നു. അവനോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ നമ്മുടെ പ്രിയ സുഹൃത്തിൻ്റെ ബാറ്ററി പോയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാറ്ററി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവൻ്റെ പട്ടിക്കുട്ടി ഉണ്ട് മിക്കി എന്ന് പറഞ്ഞിട്ട്, അതിനോട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ നമ്മുടെ വണ്ടിമേ കൂളിംഗ് ഒട്ടിച്ചിട്ട് പഴയ കാലത്ത് ഒട്ടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാവരും പാടെ കൂടിയിട്ട് പറിക്കുകയാണ് കേട്ടോ. ശേഷം എല്ലാവരും പാടെ കൂടിയിട്ട് അവരെ ചായയും കുടിച്ചു. അപ്പോൾ ഞങ്ങളുടെ വൈകുന്നേര കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നിത്യത്തിലെന്നും ഒന്ന് ഒപ്പം കൂടും, ഓരോ ചായ കുടിക്കും. ശേഷം ഇമേജിലൊന്ന് പോയി പ്രിയ സുഹൃത്തിൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻ കാർഡൊന്ന് മാറ്റേണ്ടിയിരുന്നു കേട്ടോ. ശേഷം നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ.